മക്കളെ നമസ്കാരം. ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ 3 ഫേസുകളും കംപ്ലീറ്റ് ആയി. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങണോ, എത്ര മാർക്കായിരിക്കും ഓരോ ഫേസിലും വരാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ടോട്ടൽ ഓരോ ഫേസും ബേസ് ചെയ്തുകൊണ്ട് കട്ട് ഓഫ് എത്ര വരാനാണ് സാധ്യതയുള്ളത്. നമുക്ക് ഓരോ ഫേസിലെയും ഫേസ് 1-ന്റെയും 2-ന്റെയും 3-യുടെയും എക്സാമിനേഷന്റെ ആ ഒരു ലെവലും അതിനോടൊപ്പം തന്നെ അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ ആ ഒരു എണ്ണവും ഒക്കെ ഒന്ന് മനസ്സിലാക്കി കട്ട് ഓഫ് എത്ര വരാൻ സാധ്യതയുണ്ട്, എത്ര പേരാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് പഠിച്ചു തുടങ്ങേണ്ടതെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. കട്ട് ഓഫ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാണ്. അതായത് ഇതിനു മുമ്പ് നമ്മൾ സെക്കൻഡ് ടെസ്റ്റിന്റെ സമയത്തും ഇതേപോലെ തന്നെ പ്രെഡിക്റ്റ് ചെയ്തു. അന്ന് സെക്കൻഡ് ടെസ്റ്റിലും എസ്ഐയിലും ഒക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി വന്നിട്ടുണ്ട്. വെറുതെ പറയുകയല്ല, വസ്തുതകൾ നോക്കി കൃത്യമായിട്ട് സയന്റിഫിക് ആയിട്ട് തന്നെ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. അതിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ ഒരു എക്സാം എഴുതാനായിട്ടുണ്ടായിരുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏതാണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ് എങ്കിൽ 3,95,000 പേരായിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. 3,95,000 പേര് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അപ്ലൈ ചെയ്തു. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ് എങ്കിൽ അതും ഏതാണ്ട് 4 ലക്ഷത്തിനോട് അടുത്ത ആളുകളാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് ഞാൻ അപ്ലൈ ചെയ്തവരുടെ എണ്ണമാണ് പറയുന്നത്. ഇനി സബ് ഇൻസ്പെക്ടർ ആണെങ്കിലോ, സബ് ഇൻസ്പെക്ടറിനും ഏതാണ്ട് 2 ലക്ഷത്തിനടുത്ത ആളുകൾ സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്കും അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ 3 പരീക്ഷകൾ, പ്രധാനപ്പെട്ട 3 പരീക്ഷകളാണ് ഞാൻ എടുക്കുന്നത്. ഇത്രയും പേര് അപ്ലൈ ചെയ്തു. പക്ഷെ പല എക്സാം ഹോളുകളിലും പരീക്ഷ എഴുതാനായിട്ട് ആളുകൾ ഉണ്ടായില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ സ്റ്റേജിൽ അത്യാവശ്യം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷേ 2ഉം 3ഉം സ്റ്റേജുകളിൽ വളരെ കുറവായിരുന്നു. അതിൽ 3ആം സ്റ്റേജിൽ വളരെ കുറവായിരുന്നു. അതിൽ ഒരു ഹോളിൽ 10 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചില ഹോളുകളിൽ 6 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ബാക്കി അത്രയും പേര് തേർഡ് സ്റ്റേജൊക്കെ എത്തിയപ്പോഴത്തേക്കും പരീക്ഷ എഴുതുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം മാറ്റർ ആവുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ പരീക്ഷയുടെ ഒരു നിലവാരത്തിലേക്ക് വന്നാൽ ഞാൻ 3 സ്റ്റേജുകളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ സ്റ്റേജ് 1 എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു പുതിയ പാറ്റേൺ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു എക്സാം ആയിരുന്നു അല്ലേ. സെക്കൻഡ് സ്റ്റേജിലും തേർഡ് സ്റ്റേജിലും ഒക്കെ ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഫസ്റ്റ് സ്റ്റേജിലാണ് ആദ്യമായിട്ട് ഒരു പുതിയ പാറ്റേൺ, ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള പാറ്റേൺ, പ്രത്യേകിച്ച് പൊളിറ്റി ഒഴിവാക്കിക്കൊണ്ട് അല്ലെ, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കുറച്ചുകൂടി ഡെപ്തിലേക്ക് കയറിയിട്ടുള്ള രീതിയിൽ കുറച്ച് ചോദ്യങ്ങൾ വന്ന ഫേസ് ആയിരുന്നു സ്റ്റേജ് 1 എന്ന് പറയുക. ആ ഒരു സ്റ്റേജിൽ ടൈമിനെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ടും പുതിയൊരു പാറ്റേൺ കണ്ടൊരു ടെൻഷനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിൽ മാറ്റർ ആവാൻ സാധ്യതയുണ്ട്. GK ലെവൽ നോക്കുമ്പോൾ 50 GK ചോദ്യങ്ങളിൽ ഒരു 20 മുതൽ 25 ചോദ്യങ്ങൾ വരെ സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പാറ്റേൺ ആ ചോദ്യപേപ്പറിലുണ്ട്. ഇത് ഞാൻ എല്ലാവരും സ്കോർ ചെയ്തു എന്നല്ല പറയുന്നത്. ഇതിൽ കുറവോ കൂടുതലോ സ്കോർ ചെയ്ത് കാണാം. ഒരു ആവറേജ് പഠിച്ചിട്ട് പോകുന്ന, ടൈം മാനേജ്മെന്റ് കൃത്യമായി ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് 20 മുതൽ 25 മാർക്ക് വരെ സ്കോർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി മാത്സിലേക്ക് വരുമ്പോൾ താരതമ്യേന ഫേസ് 1-ലെ മാത്സ് അത്യാവശ്യം എളുപ്പമായിരുന്നു. അത്യാവശ്യം ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. സമയത്തെ മാനേജ് ചെയ്യാൻ പറ്റിയെങ്കിൽ 12 മുതൽ 13 ചോദ്യങ്ങൾ വരെ ശരിയാക്കാൻ സാധ്യതയുണ്ട്. ദെൻ മലയാളമാണെങ്കിൽ 5 മുതൽ 6 ചോദ്യങ്ങൾ. മലയാളം ഒരല്പം കട്ടിയോടുകൂടി വന്നത് ഫസ്റ്റ് ഫേസിലാണ്. ഇംഗ്ലീഷ് ഒരു നോർമൽ എക്സാം ആയിരുന്നു. ഒരു 13 ചോദ്യം വരെ സ്കോർ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ 50 മുതൽ 55 മാർക്ക് വരെ ഒരു ആവറേജ് പഠിക്കുന്ന, ടൈമിനെ കൃത്യമായി മാനേജ് ചെയ്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 50 മുതൽ 55 മാർക്ക് വരെ ഒന്നാമത്തെ ഘട്ടത്തിൽ വാങ്ങാവുന്ന മാർക്കാണ്. ഓക്കെ, ഇത് വാങ്ങി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, വാങ്ങാവുന്ന മാർക്കാണ്. താരതമ്യേന ഡിലീഷനുകൾ വരാനുള്ള സാധ്യത കുറവുമാണ്. അതായത് ഒരുപാട് ഡിലീഷൻസ് ഒന്നും പോകാനുള്ള സാധ്യതയില്ല. ഒരു 2 ചോദ്യങ്ങൾ വരെയൊക്കെ ഡിലീറ്റ് ആവാനുള്ള സാധ്യതയുള്ള ഒരു ഫേസാണ് ഫേസ് 1 എന്ന് പറയുക. ഇനി ഫേസ് 2-ലേക്ക് വന്നാൽ സത്യം പറഞ്ഞാൽ ഫേസ് 1-നെക്കാട്ടിലും കുറച്ചുകൂടി ടഫ്നെസ് ഫീൽ ചെയ്യേണ്ട പേപ്പർ ഫേസ് 2 ആണ്. പക്ഷേ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്തു. ഫേസ് 1-ന്റെ അതേ ഒരു പാറ്റേൺ ഫേസ് 2-ലും കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അത് നോക്കി പോയിട്ടുള്ള ആളുകൾക്ക്, ഫേസ് 1 നോക്കി പോയിട്ടുള്ള, നമ്മുടെ ഡീകോഡറൊക്കെ GKയിൽ നോക്കി പോയിട്ടുള്ളവർക്ക് അത്യാവശ്യം ഫേസ് 2-ലും ആ ഒരു പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവും. GKയിലേക്ക് വരുമ്പോൾ അവിടെ കുറച്ചുകൂടി ഒരു അഡ്വാൻറ്റേജ് ഫേസ് 2-ൽ കിട്ടിയിട്ടുണ്ടാവും. 22 മുതൽ 26 മാർക്ക് വരെയൊക്കെ GKയിൽ വാങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ടാവാം. മാത്സിൽ ഒരു 10 മുതൽ 11 ചോദ്യങ്ങൾ വരെ ശരിയാക്കാൻ പറ്റുമായിരുന്നുള്ളൂ. കാരണം മാത്സ് കുറച്ച് ടഫായിരുന്നു. സമയത്തെ അങ്ങോട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്ന ചോദ്യങ്ങൾ അവിടെ കുറവായിരുന്നു. ദെൻ മലയാളത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് വന്നു. 6 മുതൽ 7 ചോദ്യങ്ങൾ വരെ സ്കോർ ചെയ്യാൻ പറ്റി. ഇംഗ്ലീഷ് സെയിം നിലവാരം തന്നെയാണ്, വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായില്ല. 12 മുതൽ 13 ചോദ്യങ്ങൾ വരെ ശരിയാക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെയും 50 മുതൽ 55 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. അതിന് കാരണം, ഞാൻ പറയാനുണ്ടായ കാരണം ഇതാണ്. ഈ ഒരു സ്കോറിലേക്ക് എത്തിയാനുള്ള പ്രധാന കാരണം ഫേസ് 1-ന്റെ ഒരു പാറ്റേൺ ഫേസ് 2-ലേക്ക് എത്തിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ടാണ്. ഇനി ഇവിടെയും ഡിലീഷൻസിന്റെ എണ്ണം കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട്. ഫേസ് 2-ൽ കുറച്ച് ഡിലീഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടി അവിടെ മാറ്റർ ആവും. കുറച്ച് ഡിലീഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഫേസാണ് ഫേസ് 2. ഇനി 3ാമത്തെ ഫേസ്, കഴിഞ്ഞ ദിവസം എക്സാം നടന്ന 3ാമത്തെ ഫേസിലേക്ക് എത്തുമ്പോൾ താരതമ്യേന ഫേസ് 1-നെക്കാളും ഫേസ് 2-നെക്കാളും കുറച്ചുകൂടി എളുപ്പമുള്ള പരീക്ഷയായിരുന്നു ഫേസ് 3 എന്ന് പറയാം. പാറ്റേൺ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, കുറച്ച് സ്റ്റാറ്റിക് ചോദ്യങ്ങൾ അതിൽ നിന്ന് കിട്ടുമായിരുന്നു എന്നുള്ളതാണ്. പ്രയാസം ഭയങ്കര കുറവ് എന്നല്ല, എന്നാലും അത്യാവശ്യം
നല്ലൊരു ചോദ്യ പേപ്പർ തന്നെയായിരുന്നു ഫേസ് 3 ഉണ്ടായിരുന്നത്. അവിടെ GK 23 മുതൽ 28 ചോദ്യങ്ങൾ വരെ ശരിയാക്കാമായിരുന്ന ഒരു ചോദ്യ പേപ്പർ ആയിരുന്നു. അത്യാവശ്യം നല്ല തിങ്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. 23 മുതൽ 28 ചോദ്യങ്ങൾക്ക് വരെ അവിടെ ഉത്തരം കിട്ടും. മാത്സിലേക്ക് എത്തുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാത്സ് ആയിരുന്നു. 12 മുതൽ 13 ചോദ്യങ്ങൾ വരെ കിട്ടും. കൺഫ്യൂഷൻസ് കുറവുണ്ടായിരുന്നു. മലയാളം ഒരു 5 മുതൽ 6 ചോദ്യങ്ങൾ വരെ മലയാളത്തിൽ കിട്ടാം. ഇംഗ്ലീഷ് സെയിം നിലവാരം തന്നെ പുലർത്തി 12 മുതൽ 13 ചോദ്യങ്ങൾ വരെ കിട്ടുമായിരുന്നു. ഇംഗ്ലീഷിന് പൊതുവെ എല്ലാ ഫേസുകളിലും ഒരേ നിലവാരം തന്നെയാണ് എന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി മാർക്ക്, ഒരു 52നും 57നും ഇടയിൽ മാർക്ക് ഒരു ആവറേജ് പഠിക്കുന്ന സ്റ്റുഡൻറ്റിന് നേടാവുന്ന ഒരു ഫേസ് ആയിരുന്നു ഫേസ് 3. അതുകൊണ്ടാണ് ഞാൻ ഫേസ് 1നേക്കാളും ഫേസ് 2നേക്കാളും കമ്പാരിറ്റീവ്ലി കുറച്ച് എളുപ്പമാണ് എന്ന് പറഞ്ഞത്. ഫേസ് 3ലും ഡിലീഷൻസ് കുറവാണ്. ഫേസ് 1 പോലെ ഡിലീഷൻസ് വരാൻ സാധ്യത കുറവുള്ള ഫേസ് ആണ് ഫേസ് 3. അപ്പോൾ ഇതാണ് ഈ എക്സാമിൽ ഒരു ആവറേജ് പഠിച്ച വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്. പക്ഷേ ഇത് ആവറേജ് പഠിച്ചു എന്നുള്ള നിലയിലാണ്. എല്ലാ കുട്ടികളും അങ്ങനെ സ്കോർ ചെയ്യണമെന്നില്ല. ഇവിടെ എക്സാം അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ എണ്ണം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ എണ്ണം കുറവാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ കഴിഞ്ഞ സെക്കൻഡ് ടെസ്റ്റിന് വന്നതുപോലെ 2-2.5 ലക്ഷം പേര് മാത്രമേ ഈ പ്രിലിംസ് എക്സാം മൊത്തത്തിൽ എഴുതാൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണ് എങ്കിൽ ഓരോ ഘട്ടത്തിലും എത്രയാണ് കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത്? ഇത് ഞാൻ ഡിഫറൻ്റ് ആയിട്ടുള്ള ഓരോ ഘട്ടത്തെയും കാര്യമാണ് പറയുന്നത്. പ്രധാനപ്പെട്ട പോസ്റ്റുകളായിട്ടുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, ഈ 3 പരീക്ഷകളെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുക. ഇതിൽ സ്റ്റേജ് 1 ആണ് എങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒരു 38 മുതൽ 45 വരെ മാർക്ക് സ്കോർ ചെയ്ത ആളുകൾ അത്യാവശ്യം നല്ല നിലവാരം പുലർത്തിയിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. കാരണം ഒരു പുതിയ പാറ്റേൺ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറാണ്. സ്വാഭാവികമായിട്ടും ഒരു 38നും 45നും ഇടയിൽ സ്കോർ ചെയ്ത ആളുകൾ കട്ട് ഓഫ് ഒരു 38 വരെയൊക്കെ വന്നാലും അവിടെ എന്ത് പറയാൻ കഴിയില്ല, കുറ്റം പറയാനായിട്ട് കഴിയില്ല. അതേസമയം സ്റ്റേജ് 2ലേക്ക് വരുമ്പോൾ അവിടെ കുറച്ചുകൂടി ഒന്ന് കയറി നിൽക്കുമെന്ന് തോന്നുന്നു. 40 മുതൽ 45 വരെ സ്കോർ ചെയ്യാം. ദെൻ സ്റ്റേജ് 3ലേക്ക് എത്തുമ്പോഴും അതേപോലെ 40 മുതൽ 45 മാർക്ക് വരെയൊക്കെ കട്ട് ഓഫ് വരാമെന്ന് തോന്നുന്ന തരത്തിലേക്ക് എന്തെത്തിയിട്ടുണ്ട്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വന്നിട്ടുണ്ട്. ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിലോ ഒരു 45 മുതൽ 55 വരെയാണ് എല്ലാ ഫേസുകളിലും നമുക്ക് പറയാൻ പറ്റും. ഒരു 10 മാർക്കിന്റെ ബാൻഡ് വിഡ്ത്ത് പറയാം. കാരണം അവിടെ വേക്കൻസികൾ കുറവാണ്, അറ്റൻഡ് ചെയ്തവരുടെ എണ്ണം കുറവാണ്, അതേപോലെ തന്നെ വേക്കൻസികളും കുറവാണ്. ഒരു 300 വേക്കൻസി ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഒരു 45 മുതൽ 55 മാർക്ക് വരെ വരുന്ന കട്ട് ഓഫ് റേഞ്ചാണ് 3 ഫേസിനും പറയാൻ പറ്റുക. ഇനിയും നമ്മുടെ ഫിസിക്കലുള്ള സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ആണെങ്കിലോ അവിടെ ഒരു 40 മുതൽ 48 വരെ നമുക്ക് എന്ത് പറയാം, ഏകദേശം ഒരു റേഞ്ച് ആയിട്ട് പറയാം. 40 മുതൽ 48 വരെ പറയാം. ഇതിനെ ഒന്ന് സമീകരിച്ച് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 3 ഫേസും കൂടെ വെച്ച് പറയുകയാണെങ്കിൽ ഒരു 10 മാർക്കിന്റെ ഒരു ബാൻഡ് വിഡ്ത്ത് ഇട്ടിട്ടുണ്ട്. അതിനകത്തിൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്പർ ഓഫ് ആപ്ലിക്കൻസ് പുറത്ത് വന്നിട്ടില്ല, നമ്പർ ഓഫ് അറ്റൻഡീസ് പുറത്ത് വന്നിട്ടില്ല, അതൊരു മാറ്ററായിട്ട് വരും. നമ്പർ ഓഫ് ഡിലീഷൻസും നമുക്കറിയില്ല, അപ്പോൾ ഡിലീഷൻസ് കൂടി ഇതിനകത്തിൽ മാറ്ററായിട്ട് വരും. നമ്പർ ഓഫ് വേക്കൻസികൾ മാറ്ററായിട്ട് വരും. ഇതെല്ലാം കൂടി ചേർന്നിട്ടായിരിക്കും വരിക. ഒരു 10 മാർക്കിന്റെ ലെങ്ത് പറയുന്നുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിൽ 38നും 48നും ഇടയിൽ സ്കോർ ചെയ്ത ആളുകൾ ഒരു സേഫ് സ്കോറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ 45നും 55നും ഇടയിൽ മാർക്ക് സ്കോർ ചെയ്ത ആളുകൾക്ക് ഒരു സാധ്യതയുണ്ട്. സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ 40നും 50നും ഇടയിൽ സ്കോർ ചെയ്ത ആളുകൾക്ക് സാധ്യതയുണ്ട്. ഈ ഒരു മാർക്ക് റേഞ്ച് വന്ന കുട്ടികൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക എന്നുള്ളത് തന്നെയാണ്. ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കരുത്. നമ്മുടെ മുന്നിൽ ഇനി സമയം കുറവാണ്. കാരണം ഓഗസ്റ്റ് മാസത്തെ കലണ്ടറിൽ എക്സാമിനേഷൻസ് ഒന്നുമില്ല, മെയിൻസ് എക്സാമിനേഷൻസ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബറിലായിരിക്കും എക്സാം തുടങ്ങുക. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് മെയിൻസ് എക്സാമുകളെല്ലാം നടക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ ജൂൺ മാസമാണ്. ജൂൺ മാസം ഏതാണ്ട് 10-ാം തീയതിയോട് അടുക്കുകയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ മാസം ഇനി ഒരു 20 ദിവസമേ ഉള്ളൂ. ദെൻ ഓഗസ്റ്റ് മാസം ഒരു 30 ദിവസമുണ്ട്. ജൂലൈ മാസം ഒരു 30 ദിവസമുണ്ട്. ഓഗസ്റ്റും ഒരു 30 ദിവസമുണ്ട്. ആകെ ഒരു 80 ദിവസം മാത്രമാണ് നമുക്ക് പ്രിപ്പറേഷന് വേണ്ടി കിട്ടുക. ഇനിയുള്ള സമയം കൃത്യമായിട്ട് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടി പഠിക്കാനായിട്ട് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് SBCID ഈ 3 പരീക്ഷകളെയും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ സെക്കൻഡ് ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. 10-ാം തീയതിയാണ്, അതായത് ജൂൺ മാസം 10-നാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാച്ചിന്റെ ഫീസ് വരുന്നത് 2499 രൂപയാണ്. അതായത് ഇങ്ങനെയാണ് ബാച്ച് വരിക. ഏതാണ്ട് സിലബസിനെ മുഴുവൻ കവർ ചെയ്യുന്ന, പ്രോപ്പർ റിവിഷൻ കൊടുക്കാൻ പറ്റുന്ന ഏതാണ്ട് 200+ അവേഴ്സിന്റെ ലൈവ് റെക്കോർഡഡ് സെഷൻസ് വരുന്ന രീതിയിലാണ് ബാച്ചിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 50+ അവേഴ്സിന്റെ ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഡിസ്കഷൻ സെഷൻ തന്നെ ഉണ്ടാവും. അവിടെ ഡെയിലി ടെസ്റ്റ് സീരീസുകളും വീക്ക്ലി മന്ത്ലി ബേസിസിലുള്ള എക്സാമുകൾ ഉണ്ടായിരിക്കും. ഒരു മെന്റർഷിപ്പ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടും, മോട്ടിവേഷൻ സെഷൻസ് നിങ്ങൾക്ക് കിട്ടും, പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടും, ടെലഗ്രാം ഗ്രൂപ്പിന്റെ സപ്പോർട്ട് കിട്ടും. ആ രീതിയിലാണ് ഈ ഒരു ബാച്ചിനെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. 3499 രൂപ ഫീസ് ഉള്ള ബാച്ചാണ്. ഇപ്പോൾ 1000 രൂപ
രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുന്നുണ്ട്. അതൊരു ഇൻട്രൊഡക്ടറി ഓഫർ ആയിട്ട് വരുന്നതാണ്. 2499 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, ആ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ 8281223366 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. നമ്മുടെ ഫസ്റ്റ് ബാച്ച് വളരെ വേഗം ക്ലോസ് ആയി. സെക്കൻഡ് ബാച്ചും ഉടനെ തന്നെ ക്ലോസ് ആവും. നമുക്കൊരു തേർഡ് ബാച്ച് തുടങ്ങാൻ ഉദ്ദേശമില്ല, കാരണം സമയം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മെയിൻ ബാച്ച് ഇനിയും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. വളരെ വേഗത്തിൽ തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക, പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിൽ കാണാം. ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, സമയം നിങ്ങൾ കളയരുത്. ഷോർട്ട് ലിസ്റ്റ് വരട്ടെ എന്ന് വെയിറ്റ് ചെയ്യരുത്. ഈ ഒരു മാർക്ക് റേഞ്ച് ഒക്കെ ഉള്ള ആളാണെങ്കിൽ ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങിക്കോ. നമുക്ക് ക്ലാസ്സിൽ കാണാം.